നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ തലസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് നേമം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയമാണ്. 2021 പൂട്ടിയ അക്കൌണ്ട് തുറക്കാൻ BJP, ലോക്ക് ഉറപ്പിക്കുവാൻ CPM നേർക്കുനേർ പോരിനിറങ്ങുമ്പോൾ ഗതകാല പ്രൗഢി തിരിച്ചുപിടിക്കാൻ സർപ്രൈസ് സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കുവാനുള്ള ചർച്ചകളിലാണ് കോൺഗ്രസ്. നേമത്ത് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തുകയും മറുഭാഗത്ത് ഈ സർക്കാരിലെ ജനകീയ മന്ത്രിമാരിൽ ഒരാളായ V ശിവൻകുട്ടിയും കളത്തിലിറങ്ങുമ്പോൾ കേരളത്തിലെ തീപാറും പോരാട്ടം നടക്കുന്ന മണ്ഡലമായി നേമം മാറുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 22,126 വോട്ടിന്റെ ലീഡും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 7,913 വോട്ടിന്റെ ലീഡും BJPക്ക് നൽകിയ നേമം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ നേരിട്ടിറങ്ങുമ്പോൾ എതിരാളി ആര് എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. കഴിഞ്ഞ തവണ 3,949 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് V ശിവൻകുട്ടി BJPയുടെ അക്കൌണ്ട് പൂട്ടിച്ചത്. BJPയുടെ A ക്ലാസ് മണ്ഡലത്തിൽ ഇക്കുറി മത്സരിക്കാനില്ലെന്ന് V ശിവൻകുട്ടി പറഞ്ഞത് പ്രതിപക്ഷം ആയുധമാക്കുമെന്ന് തിരിച്ചറിഞ്ഞതോടെ തിരുത്തുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ രംഗത്തെത്തി. മത്സരിക്കാനില്ലെന്ന് ശിവൻകുട്ടി പറഞ്ഞത് ശരിയല്ലെന്നും സീറ്റ് നിർണയത്തിൽ പാർട്ടിയിൽ ഒരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അതേസമയം നേമത്ത് ഇല്ലെന്ന് ശിവൻകുട്ടി പറഞ്ഞതും വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ BJP നേതാവ് K സുരേന്ദ്രൻ ഒരുങ്ങുന്നതും ഇരു പാർട്ടികളും തമ്മിലുള്ള അന്തർധാരയാണ് വ്യക്തമാക്കുന്നതെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് K മുരളീധരൻ രംഗത്തെത്തിയിട്ടുണ്ട്. മത്സരിക്കാനില്ലെന്ന തന്റെ പ്രസ്താവന വരുത്തിവെച്ച ആശയക്കുഴപ്പം തിരിച്ചറിഞ്ഞ് V ശിവൻകുട്ടിയും പ്രസ്താവന തിരുത്തി. നേമത്ത് താൻ മത്സരിക്കുമോ ഇല്ലയോ എന്ന് പറയുവാനുള്ള സംഘടനാപരമായ അവകാശം തനിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. നേമത്ത് BJPയുടെ അക്കൌണ്ട് പൂട്ടിച്ചതാണെന്നും ഇനി അത് തുറക്കാൻ അവർക്ക് കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു. നിയമം നിലനിർത്താൻ ശിവൻകുട്ടിയല്ലാതെ മറ്റൊരു പേരില്ലെന്ന വിലയിരുത്തലിലാണ് CPIM നേതൃത്വം. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി ഒഴിവാക്കാൻ ശിവൻകുട്ടി ശ്രമിച്ചെങ്കിലും BJPക്ക് വീണ്ടും അക്കൌണ്ട് തുറക്കാൻ ഒരു കാരണവശാലും അവസരം നൽകരുതെന്ന നിലപാടിലാണ് നേതൃത്വം മറ്റൊരു പേര് പരിഗണിക്കാൻ തയ്യാറാകാത്തത്. BJPക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖർ മത്സരത്തിനിറങ്ങുമ്പോൾ KS ശബരിനാഥൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് കോൺഗ്രസിന്റെ പരിഗണനയിലുള്ളതെന്നാണ് സൂചന. അതേസമയം മണ്ഡലത്തിൽ നിന്നു തന്നെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കോൺഗ്രസ് ശ്രമിക്കുന്നതായും സൂചനയുണ്ട്. വോട്ട് കണക്കിൽ പ്രതീക്ഷ വെച്ച് BJP 2011 കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട നേമത്ത് 2016 O രാജഗോപാൽ നേടിയ വിജയത്തിലൂടെയാണ് കേരള നിയമസഭയിൽ ചരിത്രത്തിലാദ്യമായി BJP അക്കൌണ്ട് തുറന്നത്. എന്നാൽ 2021 തിരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനെ 3,949 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി V ശിവൻകുട്ടി നേമം തിരിച്ചുപിടിച്ചു. K മുരളീധരൻ UDF സ്ഥാനാർത്ഥിയായി എത്തി 36,524 വോട്ട് നേടിയതാണ് BJPയുടെ തോൽവിക്ക് കളമൊരുക്കിയത്. ഇത്തവണ സംസ്ഥാന അധ്യക്ഷനെ തന്നെ ഇറക്കി നേമം വീണ്ടെടുക്കുവാനുള്ള തന്ത്രമാണ് BJP പയറ്റുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നേമം നിയോജക മണ്ഡലത്തിൽ നിന്നായിരുന്നു. LDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു. 61,227 വോട്ടാണ് രാജീവിന് കിട്ടിയത്. UDFന് 39,101 വോട്ടും LDFന് 33,322 വോട്ടും കിട്ടി. 22,126 വോട്ടിന്റെ അതിശയിപ്പിക്കുന്ന ലീഡ് നേടിയതാണ് രാജീവ് ചന്ദ്രശേഖരനെ നേമത്തേക്ക് ആകർഷിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് 12,041 വോട്ടിന്റെ ലീഡ് നേമത്ത് നേടുവാൻ കഴിഞ്ഞിരുന്നു. NDAക്ക് 58,513 വോട്ടും UDFന് 46,472 വോട്ടും LDFന് 33,921 വോട്ടുമാണ് ലഭിച്ചത്. ഈ കണക്കുകളുടെ കരുത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ മാസങ്ങൾക്ക് മുൻപ് തന്നെ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. തദ്ദേശ കണക്ക് നോക്കിയാൽ NDAക്ക് 48,945 വോട്ടും LDFന് 41,032 വോട്ടും UDFന് 22,197 വോട്ടുമാണ് കിട്ടിയത്. NDAക്ക് 7,913 വോട്ടിന്റെ ലീഡ്. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ കഴിഞ്ഞതിന്റെ ആവേശത്തിലാണ് BJP. നേമം നിയമസഭാ മണ്ഡലത്തിലെ 27 വാർഡുകളിൽ 17ഇടത്തും BJPയാണ് ജയിച്ചത്. LDF 5 വാർഡുകളിൽ മാത്രമാണ് ജയിച്ചത്. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ 10 എണ്ണത്തിലാണ് BJPയുടെ വിജയം. 2021 അത് 14ആയി ഉയർന്നിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരത്തിലെ കണക്കെടുത്താൽ വൻ വളർച്ചയാണ് നേമത്ത് BJP നേടിയിരിക്കുന്നത്.
2006 മലയൻകീഴ് രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ BJPക്ക് നേമത്ത് ലഭിച്ചത് വെറും 6705 വോട്ടായിരുന്നു. 10 വർഷം കഴിഞ്ഞ് 2016 O രാജഗോപാൽ കളത്തിലിറങ്ങിയപ്പോൾ വാരിക്കൂട്ടിയത് 67,813 വോട്ട്. 2011 മണ്ഡല പുനർനിർണയമാണ് നേമത്തെ BJPക്ക് അനുകൂലമാക്കിയതെന്നാണ് വിലയിരുത്തൽ. ബാലരാമപുരത്തിന്റെ ഒരു ഭാഗം, പുന്നമൂടിന്റെ ചില ഭാഗങ്ങൾ, പള്ളിച്ചൽ, കാട്ടാക്കട, മാറനല്ലൂർ, മലയൻകീഴ് എന്നിവ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ നിന്നാണ് 2011 നേമം 21 കോർപ്പറേഷൻ വാർഡുകൾ ഉൾപ്പെടുന്ന മണ്ഡലമായി മാറിയത്. മണ്ഡല പുനർനിർണയത്തിൽ പഴയ നേമം മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകൾ കാട്ടാക്കടയിലേക്ക് പോയി. കോർപ്പറേഷൻ വാർഡുകൾ നേമം മണ്ഡലത്തിലേക്കെത്തി. നഗരജനതയുടെ അഭിരുചികൾ പ്രവചനാതീതമായതോടെ ശക്തമായ ത്രികോണ മത്സര ചൂടായി നേമത്ത്. 2021 ജയം ഉറപ്പിച്ച നേമത്ത് കുമ്മനം രാജശേഖരനെ ഇറക്കിയിട്ടും 15,925 വോട്ടുകൾ ചോർന്നത് BJPയെ ഞെട്ടിച്ചിരുന്നു. CPMന് 3,305 വോട്ട് കുറഞ്ഞപ്പോൾ UDFന് കൂടിയത് 22,664 വോട്ടാണ്. ന്യൂനപക്ഷമെതിരായതും നായർ വോട്ടുകൾ ചോർന്നതുമാണ് BJPക്ക് തിരിച്ചടിയായതെന്നായിരുന്നു വിലയിരുത്തലുകൾ. ഈ വീഴ്ച പരിഹരിച്ച് മണ്ഡലം പിടിക്കുവാനുള്ള തന്ത്രമാണ് BJP ഇക്കുറി മെനയുന്നത്. 2016 BJP സ്ഥാനാർത്ഥി O രാജഗോപാലിന് 67,813 വോട്ടും CPMലെ V ശിവൻകുട്ടിക്ക് 59,142 വോട്ടും UDF സ്ഥാനാർത്ഥി V സുരേന്ദ്രൻപിള്ളയ്ക്ക് 13,860 വോട്ടും ലഭിച്ചിരുന്നു. 2021 ശിവൻകുട്ടിക്ക് 55,837 വോട്ടും കുമ്മനത്തിന് 51,888 വോട്ടും കിട്ടിയപ്പോൾ K മുരളീധരന് 36,524 വോട്ട് ലഭിച്ചു. 2016 UDF സ്ഥാനാർത്ഥി നേടിയ 13,860 വോട്ട് മുരളീധരൻ 36,524 വോട്ടായി ഉയർത്തി. കോൺഗ്രസിനായി 2 തവണ മണ്ഡലം നിലനിർത്തിയ N ശക്തൻ 2011 കാട്ടാക്കടയിലേക്ക് മാറിയതോടെയാണ് പാർട്ടിയുടെ സംഘടനാ സംവിധാനം തകർന്നു തുടങ്ങിയത്. 2011 UDFനായി മത്സരിച്ച SJD സ്ഥാനാർത്ഥി നേടിയത് 20,248 വോട്ട്. 2016 UDF സ്ഥാനാർത്ഥിയായ JDU സ്ഥാനാർത്ഥി V സുരേന്ദ്രൻപിള്ളയ്ക്ക് ലഭിച്ചത് 13,860 വോട്ടും. 2006 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിച്ച N ശക്തന് ലഭിച്ചത് 60,886 വോട്ട്. CPM സ്ഥാനാർത്ഥി വേങ്ങാനൂർ ഭാസ്കറിന് 50,135 വോട്ടും BJP സ്ഥാനാർത്ഥി മലയൻകീഴ് രാധാകൃഷ്ണന് 6,705 വോട്ടും ലഭിച്ചു. 2011 N ശക്തൻ കാട്ടാക്കടയിലേക്ക് മാറിയപ്പോൾ പകരം സ്ഥാനാർത്ഥിയായത് SJDയിലെ ചാരുപാറ രവിയാണ്. ലഭിച്ചത് 20,248 വോട്ട്. വിജയിച്ച V ശിവൻകുട്ടിക്ക് 50,076 വോട്ടും BJP സ്ഥാനാർത്ഥി O രാജഗോപാലിന് 43,661 വോട്ടും ലഭിച്ചു. 2016 UDF സ്ഥാനാർത്ഥിയായത് JDUവിലെ V സുരേന്ദ്രൻപിള്ള. ലഭിച്ചത് 13,869 വോട്ട് മാത്രം. O രാജഗോപാലിന് 67,813 വോട്ടും V ശിവൻകുട്ടിക്ക് 59,142 വോട്ടും ലഭിച്ചു. 1982 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ സ്ഥിരം മണ്ഡലമായ മാളയ്ക്ക് പുറമെ K കരുണാകരൻ മത്സരിച്ചു വിജയിച്ച മണ്ഡലം കൂടിയാണ് നേമം. 1983 മുതൽ 2001 വരെ CPM തുടർച്ചയായി വിജയിച്ച മണ്ഡലം. ഇരുമുന്നണികൾക്കും സ്വാധീനമുണ്ടായിരുന്ന മണ്ഡലത്തിലാണ് 2016 O രാജഗോപാൽ താമര വിരിയിച്ചത്. പിന്നീട് നടന്ന 4 തെരഞ്ഞെടുപ്പിലും CPMന്റെ വോട്ട് നിലയിൽ കാര്യമായ കുറവുണ്ടായിട്ടില്ല. 2006 50,135 വോട്ട്, 2011 50,076 വോട്ട്, 2016 59,142 വോട്ട്, 2021 55,837 വോട്ട്. വോട്ട് കണക്കുകൾ നോക്കുമ്പോൾ ശിവൻകുട്ടിക്ക് പകരം രാജീവ് ചന്ദ്രശേഖറിനെതിരെ പുതുമുഖത്തെ രംഗത്തിറക്കുവാനുള്ള റിസ്ക് CPIM നേതൃത്വം എടുക്കുമെന്ന് കരുതാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ശ്രദ്ധാകേന്ദ്രം നേമം മണ്ഡലമായിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാം.